നമസ്കാരം, വിനുവാണ്. ഞാനിപ്പോൾ വീഡിയോയിൽ വന്നത് ബസ്സിൻ്റെ ഉള്ളിൽ അതിക്രൂരമായിട്ടൊരു കണ്ടക്ടർ മർദ്ദിക്കുന്ന CC ക്യാമറയിൽ കിട്ടിയ ദൃശ്യം നമ്മളെല്ലാവരും കണ്ടു. ഒട്ടനവധി സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ളൊരു സംഭവമാണ്. അതേപോലെ പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്നു. വണ്ടിയിൽ കയറി ബസ്സിൽ കയറി ബസ്സിലെ തൊഴിലാളികളെ മർദ്ദിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ചൂഷണം ചെയ്യുക, അല്ലെങ്കിൽ ദേഷ്യപ്പെടുക, ശല്യം ചെയ്ത് വളരെയധികം ക്രൂരമായിട്ട് മർദ്ദിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് എല്ലാ ബസ്സിലും CC ക്യാമറയുണ്ട്. ഓൾറെഡി CC ക്യാമറ ഒക്കെ റെക്കോർഡിംഗ് ആണ്. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര പേരുത്ത് സ്ത്രീകളുടെ മുന്നിൽ വെച്ചിട്ട് ഗുണ്ടായുസം കാട്ടുന്ന ഒരു പരിപാടി ആരും ചെയ്യാതിരിക്കുക. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്ത ആൾക്കാരുടെ പേരിൽ ഓൾറെഡി കേസായിട്ടുണ്ട്. അതേപോലെ റിമാൻഡ് അടിക്കും. പോലീസ് കേസ് ഓൾറെഡി വരാം. നിങ്ങൾ ബസ്സിൽ കയറി നിസ്സാരമെന്ന് കരുതുന്നത് വലിയൊരു തെറ്റിലേക്കാണ് പോണത്. അപ്പോൾ അത് പരമാവധി യാത്രക്കാരായിട്ട് പോകുമ്പോൾ ബസ്സിൽ ഈ വക അക്രമങ്ങളെ അഴിച്ചു വിട്ടുന്ന പരിപാടി പണ്ട് കാലങ്ങളിൽ നടക്കും, ഇപ്പം നടക്കില്ല. ഓൾറെഡി എല്ലാ ബസ്സിലും ക്യാമറ സ്ട്രിക്റ്റായിട്ട് വർക്കിംഗ് ആണ്, നല്ല ക്ലാരിറ്റി ഉണ്ട്. അതേപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് തനി ഗുണ്ടായുസം കാട്ടാം എന്ന് വിചാരിച്ച് വന്നു കഴിഞ്ഞാൽ പണി പാൽമളത്തിൽ കിട്ടും. അതുകൊണ്ട് പരമാവധി ആരും അതിന് മുതിരാതിരിക്കുക, ശ്രമിക്കുക. ഓക്കെ. നമസ്കാരം തൊഴിലാളി സുഹൃത്തുക്കളെ, ഞാൻ മനോജ് കുമാർ. ഇന്നലെ കണ്ണൂർ തലശ്ശേരിയിൽ ഒരു ബസ്സിലെ ജീവനക്കാരനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ക്യാമറ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ വിഷ്വൽസ് കിട്ടിയത്. 1. 2, ബസ്സിൽ കൺസെഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ അടുത്ത് ഐഡന്റിറ്റി കാർഡോ മറ്റോ ചോദിച്ചാലുടൻ ഇങ്ങനെ ക്രൂരമായി ജീവനക്കാരെ മർദ്ദിക്കുന്ന ഒരു സമീപനം അതെന്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. അപ്പം ഞാൻ രാവിലെ ഇതിന്റെ തലശ്ശേരി അസോസിയേഷനുമായും അതുപോലെ ഇതിന്റെ ഓണറുമായും ഒക്കെ ബന്ധപ്പെട്ടിരുന്നു. ഈ ബസ്സിന്റെ ഓണർ അദ്ദേഹം വളരെ ശക്തമായി തൊഴിലാളികൾക്കൊപ്പം നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള നിലപാടുകൾക്കെതിരെ പ്രതികരിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട കേസിന് കാര്യങ്ങൾക്കൊക്കെ നീങ്ങുന്നതിനൊക്കെ പുള്ളി തയ്യാറായിട്ടുണ്ട്. ഇത് കേരളത്തിന്റെ ജനമനസാക്ഷി ഉണരേണ്ട ഒരു വിഷയമാണ്. ഒരു ചെറുപ്പക്കാരൻ രാവിലെ വെളുപ്പിന് 4 മണിക്കോ 5 മണിക്കോ എണീറ്റ് വൈകിട്ട് വരെ തൊഴിൽ ചെയ്ത് അവന്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി പോകുന്നവരെ ഇതുപോലുള്ള ക്രിമിനലുകൾ, ഇവന്മാരെ തെമ്മാടികളെന്ന് തന്നെ വിളിക്കണം, ഇവന്മാരുടെ മുഖം വലിച്ചു കീറണം. അതിന് നിങ്ങൾ എല്ലാവരും സംഘടിച്ചു. എനിക്ക് ആദ്യമായി പറയാനുള്ളതാണ്. അപ്പൊ ആ ഉപജീവനം നടന്ന ഒരു ചെറുപ്പക്കാരനെ ഇടിക്കുന്ന അതിദാരുണമായ ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പൊ ഇതിൽ ആരൊക്കെയാണ് പെട്ടതെന്ന്, ആരൊക്കെയാണ് ഇത് ചെയ്തതെന്നുള്ളവരുടെ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കണം. അതിന് താഴെ വളരെ മോശം കമന്റുകൾ വരത്തക്ക രീതിയിൽ റൈറ്റപ്പ് കൊടുത്ത് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. മാത്രമല്ല, ഞാൻ എല്ലാ ചാനലുകളിലും ഒക്കെ സംസാരിച്ചു. ഏഷ്യാനെറ്റിലെ ശ്രീ സുരേഷ് കുമാറുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം വളരെ ആത്മാർത്ഥമായി അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അതിന്റെ ഫോളോ അപ്പ് ഉണ്ടാകുമെന്ന് പറഞ്ഞു.